പരിശുദ്ധാത്മാവ് സഭയ്ക്ക് നൽകിയ വലിയ ദാനത്തിന് നന്ദിയേകിക്കൊണ്ട് 1965 ഡിസംബർ 7 കൗൺസിൽ സമാപിച്ചു. 1967 മെയ് 29 ആർച്ച് ബിഷപ്പ് കരോൾ വോയ്റ്റിവായെ പോൾ ആറാമൻ പാപ്പ കർദിനാൾ പദവിയിലേക്ക് ഉയർത്തി. ക്രാക്കോവ് രൂപതയുടെ 1000 കൊല്ലത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കുലീന വർഗക്കാരനല്ലാത്ത സാധാരണക്കാരനായ ഒരാൾ 47ാമത്തെ വയസ്സിൽ കർദിനാളാകുന്നത്. ഗവൺമെന്റിന്റെ അനുമതിയില്ലാതെ ആ കാലത്ത് പള്ളികൾ പണിയുവാനോ ഇടവക സ്ഥാപിക്കുവാനോ കഴിയുമായിരുന്നില്ല. അതുകൊണ്ട് മതസ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടം പ്രധാനമായും 2 കാര്യങ്ങൾക്കായിരുന്നു: ദേവാലയങ്ങൾ നിർമ്മിക്കുന്നതിനും കത്തോലിക്ക വിശ്വാസം പരസ്യമായി പ്രകടിപ്പിക്കുന്നതിനും. സഭാചട്ടമനുസരിച്ച് പള്ളിക്കുള്ള കെട്ടിടവും ഇതര സൗകര്യങ്ങളുമില്ലാതെ ഇടവക സ്ഥാപിക്കാൻ പാടില്ലായിരുന്നു. ഈ നിയമത്തിന്റെ പഴുത് ഭരണകൂടം ശരിക്കും മുതലെടുത്തു. പള്ളിക്കെട്ടിടം പണിയാൻ അനുമതി നിഷേധിക്കുന്നതിലൂടെ ഇടവക സ്ഥാപനത്തിനും തടയിടുവാനും ഇതിലൂടെ സഭാപുരോഗതി തടസ്സപ്പെടുത്താനും ഇവർക്കായി. എന്നാൽ വോയ്റ്റിവ പിതാവ് ചില തന്ത്രങ്ങളിലൂടെ ഇതിനെ പ്രതിരോധിച്ചു. പള്ളി പണിയുന്നതിനുള്ള 30ഓളം അപേക്ഷകൾ ഓരോ കൊല്ലവും ഗവൺമെന്റിന് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നു. വർഷങ്ങൾ കഴിയുന്തോറും അപേക്ഷകൾ കുമിഞ്ഞുകൂടി. ഇതോടൊപ്പം പള്ളികൾ ആവശ്യമുള്ള സ്ഥലങ്ങളിലും വെളിൻ പ്രദേശങ്ങളിലും ചെറിയ ഇടവക കൂട്ടായ്മകൾ രൂപീകരിച്ചു. പ്രതിസന്ധികളും അടിച്ചമർത്തലുകളും അനുഭവിച്ചിരുന്നതിനാൽ ഈ സമൂഹങ്ങൾ വളരെ തീക്ഷ്ണവും ശക്തവുമായിരുന്നു. പള്ളിക്കും ഇടവകയ്ക്കും വേണ്ടിയുള്ള മുറവിളി ഇതോടുകൂടി തന്നെ രൂക്ഷമായി. ഇതുകൊണ്ട് തന്നെ ഭരണകൂടം പള്ളി സ്ഥാപനങ്ങൾ നിർമ്മിക്കുവാൻ അനുമതി നൽകി തുടങ്ങി. ഇങ്ങനെ 14 വർഷം കൊണ്ട് ക്രാക്കോവ് അതിരൂപത 11 ഇടവകകളും 10 അജപാലന കേന്ദ്രങ്ങളും നിർമ്മിച്ചു. ഓരോന്നിൻ്റെയും നിർമ്മാണഘട്ടത്തിൽ പിതാവ് ഗവൺമെന്റുമായി പോരാടേണ്ടി വന്നിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൽ നിന്ന് ഇത്രയും നേടിയെടുക്കുക എന്നത് തന്നെ മഹത്തായ നേട്ടം തന്നെയായിരുന്നു. മാർപ്പാപ്പമാരുടെ വേനൽക്കാല വസതിയായ കാസ്റ്റൽ ഗൊണ്ടോൾഫയിൽ മൗനം തളം കെട്ടി നിന്നു. കർദിനാൾ സംഘത്തിന്റെ തലവൻ കാർലോ ഗൊൺഫലോനേരി വിറയാർന്ന ചുണ്ടുകളോടെ ആ കാര്യം ലോകത്തെ അറിയിച്ചു. പോൾ ആറാമൻ പാപ്പ ദിവംഗതനായിരിക്കുന്നു. 1978 ഓഗസ്റ്റ് 7 പോൾ ആറാമൻ പാപ്പ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു. പ്രായവും രോഗവും വല്ലാതെ അലട്ടിയിരുന്ന പാപ്പായുടെ മരണം അപ്രതീക്ഷിതമായിരുന്നില്ല. ഉടനടി കർദിനാളന്മാരെല്ലാവരും റോമിലെത്തി. എല്ലാവിധ ബഹുമതികളോടും കൂടി വിശുദ്ധ പത്രോസിന്റെ ബസിലിക്കായിൽ 1978 ഓഗസ്റ്റ് 12 പാപ്പായുടെ ഭൗതിക ശരീരം അടക്കം ചെയ്തു. പുതിയ പാപ്പായെ തെരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് 1978 ഓഗസ്റ്റ് 25 വൈകുന്നേരം ആരംഭിച്ചു. സിസ്റ്റൈൻ ചാപ്പലിന്റെ മുകളിലെ ചിമ്മിനിക്കുഴലിലൂടെ വെളുത്ത പുക ഉയരുന്നതും കാത്ത് വിശ്വാസികളും മാധ്യമലോകവും അക്ഷമരായി പുറത്തുനിന്നു. ഓഗസ്റ്റ് 26 ചിമ്മിനിയിൽ നിന്നും 4 തവണ പുകയുയർന്നു. 4ാം തവണത്തെ തെരഞ്ഞെടുപ്പിൽ പുതിയ പാപ്പ ആരെന്ന് നിശ്ചയിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. കൃത്യം 7:17 കർദിനാൾ പെരിക്കിൾ ഫെലീച്ചി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കായുടെ മട്ടുപ്പാവിൽ നിന്നുകൊണ്ട് ലത്തീനിൽ ഇപ്രകാരം പ്രഖ്യാപിച്ചു: ഇറ്റലിക്കാരനായ കർദിനാൾ ആൽബിൻ ലൂച്ചിയാനി പുതിയ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. കർദിനാൾ ആൽബിൻ ലൂച്ചിയാനി ജോൺ പോൾ 1 എന്ന പേരിൽ അദ്ദേഹം ശുശ്രൂഷ ആരംഭിച്ചു. പാപ്പായുടെ ചരമവാർത്ത ക്രാക്കോവിലെത്തിയപ്പോൾ കർദിനാൾ വോയ്റ്റിവ തന്റെ മെത്രാഭിഷേകത്തിന്റെ 20ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ബലിയർപ്പണം കഴിഞ്ഞ് പ്രഭാത ഭക്ഷണത്തിലിരിക്കാൻ തുടങ്ങുകയായിരുന്നു. ബിഷപ്പ് ഹൗസിലെ ജീവനക്കാരൻ ഓടി ഊട്ടുമുറിയിലെത്തി സെക്രട്ടറി അച്ഛനോട് പറഞ്ഞു: മാർപ്പാപ്പ ദിവംഗതനായി. അല്ലയോ ചങ്ങാതി, ഇത് നടന്നിട്ട് 1 മാസം കഴിഞ്ഞു. നീ ഇത് ഇപ്പോഴാണോ അറിയുന്നത്? പുതിയ പാപ്പായെ തെരഞ്ഞെടുത്തു. അല്ല സെക്രട്ടറി അച്ഛ, പുതിയ പാപ്പ മരിച്ചെന്ന്. കർദിനാൾ വോയ്റ്റിവ ഈ സമയം
സ്പൂൺ കൊണ്ട് ചായക്കപ്പിലേക്ക് പഞ്ചസാരയിടാൻ തുടങ്ങുകയായിരുന്നു. സെക്രട്ടറി അച്ഛൻ അടുത്തു വന്ന് എന്തോ കാതിൽ പറഞ്ഞു. പെട്ടെന്ന് വോയ്റ്റീവ പിതാവിന്റെ കയ്യിലിരുന്ന സ്പൂൺ നിലത്തു വീണു. അതെ, ഏവരെയും വ്യസനത്തിലാഴ്ത്തിക്കൊണ്ട് വെറും 33 ദിവസത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ജോൺ പോൾ ഒന്നാമൻ പാപ്പ ദിവംഗതനായിരിക്കുന്നു.